നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. വയനാട്ടിലെ കാടിനുള്ളിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളെല്ലാവരും പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഈ പോകുന്ന വഴിക്ക് മാന ഉണ്ടാവും, ഒരുപക്ഷെ ആനയെ കാണാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. എന്തായാലും നമുക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമ്പതാര ബാക്കിൽ വരുന്ന ഒരു പാമ്പേഴ്സ് ഇട്ടൊക്കെ ഒരാള്. എന്നിട്ട് നമ്മൾ എവിടെയാ പോണേ? കടൽ എന്തൊക്കെയുള്ളത് ആണോ? കാണലുണ്ടോ? ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് ഗുണ്ടൽപേട്ടയിലൊക്കെ നിറയെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ആട്ടോ. ബത്തേരിയിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ തിരിച്ചു പോകേണ്ടവരൊക്കെ അതിന് ശ്രദ്ധിച്ച് നേരത്തെ ഇറങ്ങാട്ടോ. ഈവനിങ് ആകാൻ നിൽക്കണ്ട, കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ചുരം തൊട്ടും കൂടുള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് പോരാം. ഇപ്പം നമ്മൾ ഏകദേശം ബത്തേരി അങ്ങാടി കഴിഞ്ഞ് ഒരു ജംഗ്ഷനിലെത്തും. നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നത് ഇടത്തേക്ക് പുൽപ്പള്ളി എന്ന് പറഞ്ഞ് എഴുതിയ റോഡ് കാണാൻ പറ്റും. ഈ റൂട്ടിൽ ഇറങ്ങിയാലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുക. ഇത് പുൽപ്പള്ളി മാനന്തവാടിക്കൊക്കെ പോകുന്ന റൂട്ടാണ്. ഇതിൽ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴിക്ക് പോകാൻ പറ്റും. താഴേക്ക് ഇറങ്ങി അപ്പം തന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ റൈറ്റിലേക്ക് റോഡ് ഉണ്ട്. അല്ലെങ്കിൽ നേരെ KSRTC റൂട്ടിൽ പുൽപ്പള്ളി ഫോറസ്റ്റിൻ്റെ അതിലെങ്ങനെയും പോവാം. എങ്ങനെ വേണമെങ്കിലും പോകാം കേട്ടോ. ദൂരേക്കൊന്നും പോകണ്ട. അതാ ഇവിടുന്ന് തന്നെ അവിടെ ഒരു ബസ് കണ്ടോ, അതിൻ്റെ ബാക്കിലൂടെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ അവിടെ എത്തിയപ്പം ബ്ലോക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കിട്ടിയ ഗ്യാപ്പിൽ കയറി. ഏത് റൂട്ടിൽ പിടിച്ചാലും നല്ല വൈബാണ് കേട്ടോ. അത് ചെക്ക് പോസ്റ്റ് വഴി ഫോറസ്റ്റിനുള്ളിൽ കയറിയിട്ട് അങ്ങനെ പോകാം. ഇത് ഉൾഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയി നമുക്ക് നാട്ടിലൂടെ പോയി ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ പറ്റും. കോളേജ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സെന്റ് മേരീസ് കോളേജ്. ഇവിടുത്തെ ഫേമസ് ആയ ഒരു കോളേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നേരെ തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. നേരെ തന്നെ അങ്ങനെ അടിച്ച് പിന്നിച്ച് വിട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് കിടക്കുന്ന ഇവിടുത്തെ കുറച്ച് ആളുകളുടെ പൊതു ശ്മശാനമായിട്ടും, അത് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ഏരിയ ആണ്. ഇവിടെ ശ്മശാനമാണ്, അതേപോലെ തന്നെ ഫോറസ്റ്റുമാണ്. ഇവിടെയൊക്കെ ആനയൊക്കെ വരുന്ന ഏരിയ ആണ്. എപ്പോഴും ഒന്നും അല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ആന വരും. അതുപോലെ മാന ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ പന്നി വരും. ഇത് നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് പന്നീനൊക്കെ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ആ ഒരു വളവ് കഴിഞ്ഞാൽ വീണ്ടും ഡീപ്പ് ഫോറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വലത്തോട്ട് കണ്ടിട്ട് അവിടെ റബ്ബർ തോട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടെ അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ. റൈറ്റ് സൈഡിലും ഫോറസ്റ്റ് ആണ്. ഇനി ഫ്രണ്ടിലോട്ട് ഫോറസ്റ്റ് ആണ് വരാൻ പോണേ. ഫോറസ്റ്റിലേക്ക് ഏകദേശം ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്ത പോലെ തന്നെയാണ്. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോറസ്റ്റിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഫോറസ്റ്റ് ആണെങ്കിൽ എന്താ ആൾത്താമസമുള്ള സ്ഥലം. റൈറ്റ് സൈഡ് കണ്ടോ, ഒരു ബസ് സ്റ്റോപ്പ് കണ്ടോ. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. ഇതിൽ ഇഷ്ടംപോലെ ബസ്സുകൾ പോകുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഫുൾ പുൽമൈതാനങ്ങളാണ് കേട്ടോ. നല്ല സ്റ്റൈലുള്ള സ്ഥലമാണ്. മാനുണ്ടാവും, മയിലുണ്ടാവും, പന്നികൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട ഐറ്റംസ് ആണ്. ഇനി വേറെ എന്തൊക്കെ ഉണ്ടാവും എന്ന് അറിയില്ല. അതേപോലെ തന്നെ ആളുകൾ ഇതിൻ്റെ അകത്ത് പശുവിനെ മേയ്ക്കാൻ കൊണ്ടുവരുന്ന ഒരു നാടും കൂടെയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ആണെന്ന് പേടിക്കൊന്നും വേണ്ട. കണ്ടോ, നല്ല നാടൊരു പ്രദേശമാണ്. ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും പശുക്കളെ മേയ്ക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓടിക്കാൻ മുന്നോട്ടേക്ക് 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 കുറച്ചുകൂടി മുന്നോട്ടേക്ക് കാണുന്നുണ്ട്. അത് ഓടി ഓടി. ഇത് നമ്മൾ സാധാരണ കാണുന്ന പുള്ളിമാനല്ല. ഇതാണ് ബാർക്കിംഗ് ഡിയർ എന്ന് പറയുന്ന കേഴമാൻ. ഇത് അവിടെ കുറച്ച് മയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. 2-3 മയിലുകൾ നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ ക്യാമറ കേടായതുകൊണ്ട് ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളത് കണ്ടുമില്ല കേട്ടോ. അപ്പൂസാണ് കണ്ടത്. അവിടെ 2 മയിലുണ്ട് എന്നുള്ളത്. കണ്ടോ? ഇങ്ങോട്ട് വരുമ്പോ ഇറങ്ങി സാധാമാനാണ്. അതൊക്കെ സാധാരണ മോളതാ സാധാമാന മോളി കുഞ്ഞാതാടി ഉണ്ടാക്കല്ലേ. സോ കുറച്ച് നോക്കണം. കുറച്ച് നിറയെ മാനാണ്. സൂം ചെയ്തൊക്കെ നിൽക്കുന്നത് വേണ്ട. ഇതൊക്കെ മാനാട്ടോ, നിറയെ മാനുകളാണ്. കണ്ട 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 ആടെ കണ്ട വെള്ളച്ചാട്ടം ചാടിയിട്ട് പോയേ. കിട്ടൂല. ഞാൻ മുന്നേ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. സൈഡ് മുള്ളുണ്ടാവും.
ഈ ഏരിയയിൽ എപ്പോഴും മൃഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടോ നോക്ക്, ചിലപ്പോൾ മാനൊക്കെ താഴെ. ഒന്നുമില്ല. അതോ മാനി 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 അതാ നിർത്തിയത്. ഇവിടെ ഉണ്ടായിനു. അതിന്റെ അടുത്ത് ഇതാ വെച്ചുണ്ടാക്കല്ലേ ബേക്കിൽ എന്തോ വേണം. മയില് മയില് കൊണ്ട് കണ്ടോ, കുഞ്ഞോണി കണ്ടോ? ആ മിണ്ടല്ലേ 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 ക്രോസ് ചെയ്യാ. മുന്നത്തെ ഇതില് നടക്കുന്നുണ്ട് ഇതാ റോഡില്. അങ്ങോട്ടുള്ള റോഡിൽ നിറയെ മാന് കൂട്ടങ്ങളാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല, അവിടെ വൈൽഡ് ലൈഫ് ആണ്, ഫോറസ്റ്റ് റോഡാണ്. ഇതൊക്കെ പ്രൈവറ്റ് റോഡാണ് കേട്ടോ. ഈ റൂട്ടിൽ അധികം ദൂരം ഫോറസ്റ്റ് ഇല്ലെങ്കിലും ഉള്ള ഈ കുറച്ച് ദൂരത്ത് നമുക്ക് അടുത്ത് തന്നെ മൃഗങ്ങളെ കാണാൻ പറ്റും. കാരണം ഇതൊരു നാരോ റോഡാണ്. കണ്ടോ, ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട അത്രയും ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ തൊട്ടടുത്ത്, റോഡിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഒരു കയ്യകലത്തിലൊക്കെ മാനിനെ കാണാൻ പറ്റും. മയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞാൻ വെച്ചാൽ രാവിലെ ഏർലി മോർണിംഗിൽ ഇതിൽ വന്ന സമയത്ത് മുയലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കാട്ടുമുയൽ ഓടിപ്പോകുന്നത്. അത് കാറിൻ്റെ ലൈറ്റ് വെളിച്ചത്തിലാണ് കണ്ട്, അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഇവിടെ തീരുകയാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടിപൊളി ഒരു കുളം കാണാൻ പറ്റും. പണ്ട് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നിർത്താനോ ഇറങ്ങാനൊന്നും പാടില്ല. പണ്ട് ഒരു 8 കൊല്ലം മുന്നൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി പോയിട്ട് അവിടെയൊക്കെ നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ആളുകളൊക്കെ വരുന്നതായിരുന്നു. അവിടെ ആന ചവിട്ടിയ പാടുണ്ടാവുമായിരുന്നു ആ കുളത്തിൻ്റെ അവിടെ വെള്ളം കുടിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ ആന ഉണ്ടെന്ന് ഉറപ്പാണ്. അതുപോലെ കാട്ടുകോഴീനെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ മാനുകൾ, മുയലുകൾ, മയിലുകൾ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുക. പന്നി ഉണ്ടാവും. വേറെ കടുവ, പുലിയൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാടല്ലേ. ഇത് മുത്തങ്ങ ഫോറസ്റ്റും അതുപോലെ പുൽപ്പള്ളി ഫോറസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ഏരിയ കൂടെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് വടക്കനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അവിടെ ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയാലും റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് തന്നെയാണ്, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഗ്രാമമായി. വീണ്ടും ഒരു വയലിലേക്കാണ് എത്തുക. ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാണിച്ചു തരാം കേട്ടോ. എടുത്തേക്കുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട്, വടക്കനാട് ക്ഷേത്രം. റൈറ്റ് സൈഡിൽ അങ്ങോട്ടേക്ക് കാണുന്ന ഏരിയ വടക്കനാട് ക്ഷേത്രമാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ, നല്ലൊരു ഫീൽ ആയിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നല്ല പാടങ്ങളാണ്, കണ്ടോ, നെൽപ്പാടങ്ങളാണ്. എന്ത് രസമല്ലേ, ഇങ്ങനത്തെ നെൽപ്പാടങ്ങളൊക്കെ ഇപ്പോൾ അധികം കാണാനില്ല. അതേപോലെ നെൽപ്പാടത്തിൻ്റെ അപ്പുറ ഭാഗത്തായി തെങ്ങും തോപ്പുകളും കവുങ്ങ് തോട്ടങ്ങളൊക്കെ ആയിട്ട്, അതിൻ്റെ അപ്പുറമായിട്ട് മലകളും, അതിൻ്റെ താഴെ ചെറിയ ചെറിയ അത്യാവശ്യം വലിയ വീടുകളൊക്കെ തന്നെയാണ്. പക്ഷെ ദൂരേന്ന് കാണാൻ നല്ല രസമാണല്ലോ. എന്തൊരു ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ശരിക്കും രാവിലെയൊക്കെ അവിടെ വന്ന് കുറച്ചു നേരം ശ്വാസം എടുത്ത് വെറുതെ നിൽക്കണം. എന്താ അതിൻ്റെ ഒരു ഫീൽ എന്നറിയോ, അടിപൊളി. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വടക്കനാട് എന്ന് എഴുതിയൊരു ബോർഡ് കാണാൻ പറ്റും. ആ ബോർഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. മേലേക്ക് നേരെ റോഡ് പോകും. റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട്. ലെഫ്റ്റിലേക്കുള്ള റോഡിൽ പോയാൽ വീണ്ടും നമ്മൾ പുൽപ്പള്ളി ഫോറസ്റ്റിലേക്ക് തന്നെയാണ് എൻ്റർ ആവുക. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വടക്കനാട് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് കയറാൻ പറ്റും. അവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ഒരു കുഞ്ഞു റോഡിൻ്റെ 2 സൈഡിലും വയലും, വയൽ കഴിഞ്ഞ് ഫോറസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. കണ്ടോ, എന്ത് സ്റ്റൈലാണ്. ഇവിടെയൊക്കെ നെല്ല് നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ രാവിലെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാട്ടോ, ഫുൾ കോടയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് പുൽപ്പള്ളി ഫോറസ്റ്റിലേക്ക് കയറണമെന്ന് പറഞ്ഞില്ല, അവിടെ ലെഫ്റ്റിലോട്ട് ആ ഭാഗം കാണിക്കാം കേട്ടോ.